ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു രാത്രി കൂടെ നിങ്ങളോട് ചേർന്ന് ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കുവാനായി ദൈവം നൽകി തന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുൻപ് ദൈവസന്നിധിയിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുകയുണ്ടായി. ഒന്ന്, കർത്താവ് അയക്കുന്ന സ്ഥലത്ത് മാത്രമേ ഞാൻ പോകൂ. എന്നോട് എന്ത് പറയുവാനായി കർത്താവ് പറയുന്നു അതുമല്ലാതെ ഒന്നും ഞാൻ പറയുകയില്ല. രണ്ടാമത്, എനിക്ക് ഇഴഞ്ഞ് സ്റ്റേജിൽ കയറാൻ സാധിക്കുമെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കും. ഒരു ദിവസമെങ്കിലും കർത്താവ് ഈ ലോകത്തിൽ തരികയാണെങ്കിൽ എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യണം. അതിന് സാധിക്കാതെ ഒരു ദിവസം വരുമ്പോൾ ഒരു ദിവസം പോലും എന്നെ ഇവിടെ ഇട്ടേക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ രാത്രിയും ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാൻ ദൈവം കൃപ ചെയ്തു. ഇതിന് മുഖാന്തരങ്ങൾ ഒരുക്കിയ പ്രിയപ്പെട്ടവർക്ക്, ബഹുമാനപ്പെട്ട അച്ഛന്മാര്, ക്രിസ്തീയ പ്രവർത്തകര്, ക്യാമ്പസ് ക്രുസൈഡിന്റെ ഡയറക്ടർമാര് പലരെയും ഞാൻ കാണുന്നുണ്ട്. അതുപോലെ പാസ്റ്റർമാര്, സുവിശേഷ വേലക്കാരായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുകയാണെങ്കിൽ ഈ രാത്രിയും ദൈവം നമ്മോട് സംസാരിക്കും. ഞാനൊരു കൺവെൻഷന് പോകുമ്പോൾ എൻ്റെ ഹൃദയത്തിലുള്ള വലിയ ഭാരം ആത്മാക്കളുടെ രക്ഷ എന്നുള്ളതാണ്. കൺവെൻഷൻ നാം സംഘടിപ്പിക്കുകയും നോട്ടീസ് അടിക്കുകയും ആളുകളെ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്നതിൻ്റെ മുഖ്യ ഉദ്ദേശം ആളുകൾ രക്ഷിക്കപ്പെടണം, ആത്മാക്കൾ കർത്താവിലേക്ക് വരണം എന്നുള്ളതാണ്. എന്നെ പറ്റിയുള്ള വലിയൊരു അപവാദം ദൈവമക്കൾക്ക് ദൂത് കൊടുക്കുന്നില്ല. എപ്പോഴും ആ മനുഷ്യൻ രക്ഷയെപ്പറ്റി മാത്രമാണ് പറയുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു സ്ഥലത്ത് രണ്ടാം വരവിനെ പറ്റി പറയുമെന്ന് പറഞ്ഞു. എന്നാൽ ദൈവാത്മാവ് സമ്മതിച്ചില്ല. രണ്ടാം വരവിന്റെ വാക്യം എടുത്തു വെച്ചു, വാക്യം വായിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, പക്ഷെ ദൂത് മുഴുവൻ ഒന്നാം വരവാണ്. അതുകൊണ്ട് കർത്താവ് തരുന്ന ദൂത് മാത്രം നൽകും. പ്രാർത്ഥനയോടുകൂടി ദൈവജനങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിശ്ചയമായും അനേകരെ കർത്താവിലേക്ക് വരുവാൻ ഇടയാകും. ഒരാത്മാവിന്റെ രക്ഷ അല്ലെങ്കിൽ അതിന്റെ വില ലോകത്തെക്കാൾ വിലയേറിയതെന്ന് ദൈവവചനം പറയുമ്പോൾ, രക്ഷിക്കപ്പെട്ടവരെന്ന് അഭിമാനിക്കുന്ന ഓരോ വ്യക്തിക്കും ആത്മാക്കളുടെ രക്ഷയെ പറ്റിയുള്ള ഭാരം ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവജനങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാതെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യുവാൻ നിവൃത്തിയില്ല. ശാരീരികമായി വളരെ ബലഹീനത എനിക്കുണ്ട്. എന്നാൽ ദൈവശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. ഞാനത് അനുഭവിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വീണ്ടും ഒരു രാത്രി കൂടെ കർത്താവിന്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുകയാണ്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഞങ്ങളെ ലജ്ജിപ്പിക്കാത്തൊരു നല്ല ദൈവം ഞങ്ങൾക്കായി ജീവിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഭാരത്തോടുകൂടി, പ്രയാസത്തോടുകൂടി, രോഗത്തോടുകൂടി, വേദനകളോടെ കർത്താവെ കടന്നു വന്നിരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ആ പ്രിയപ്പെട്ടവരെ എന്റെ കർത്താവിന്റെ കരം തൊടണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. രക്ഷിക്കപ്പെടാതെ അന്ധകാരത്തിൽ തപ്പിത്തടയുന്നതായിട്ടുള്ള ആളുകള്, പ്രകാശത്തിന് വേണ്ടി കാക്ഷിക്കുന്നവര്, നിരാശയോടുകൂടി രക്ഷയ്ക്കായി വാഞ്ചിച്ച് കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ടവരോട് എന്റെ ദൈവം ഈ രാത്രി സംസാരിക്കണമേ. കർത്താവേ, യേശുവിന് വേണ്ടി ഇവിടെ കടന്നു വന്നിരിക്കുന്ന സകലരെയും, ഇതിന്റെ ശബ്ദപരിധിയിൽ നിൽക്കുന്ന സകല വ്യക്തികളെയും അവകാശപ്പെടുകയാണ്. ഹല്ലേലൂയ. പൈശാചികന്റെ സകല ശക്തികളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി ബന്ധിക്കുന്നു. ബന്ധനങ്ങൾ അഴിയുന്ന രാത്രിയായി, രോഗികൾ സൗഖ്യമാകുന്ന രാത്രിയായി തീരുവാൻ തക്കവണ്ണം, രക്ഷിക്കപ്പെടാത്തവർ യേശുവിനെ കണ്ടടയുവാൻ, പിന്മാറ്റത്തിൽ പോയവർ മടങ്ങി വരുവാൻ, പുതിയ തീരുമാനത്തോടെ ദൈവജനം കടന്നു പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. ആദിമ നൂറ്റാണ്ടിലെ ശക്തി ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എരിഹോ കോട്ട ഇടിച്ച ദൈവശക്തി ഈ രാത്രി ഞങ്ങൾക്കായി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ കുരിശിന്റെ മറവിൽ മറയ്ക്കണമേ. പ്രകാശമായി മുമ്പിൽ നിന്നുകൊള്ളണമേ. ദൈവദൂതന്മാരുടെ ശക്തമായ കാവലിൽ എല്ലാവരെയും കാക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കണമേ. മനുഷ്യന്റെ രക്ഷ
മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ്. എന്നാൽ രക്ഷയെപ്പറ്റി വളരെയധികം അവഗണന മനുഷ്യനുണ്ട്. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം ചോദിക്കുന്നു, ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയുമെന്ന്. രക്ഷ എന്നുള്ള വിഷയത്തിൽ അത് ഞങ്ങൾക്കുള്ളതല്ല, വേറെ ആർക്കോ വേണ്ടിയുള്ളതാണെന്ന് ചിന്തിച്ചിരിക്കുന്ന ധാരാളം ക്രിസ്ത്യാനികളുണ്ട്. എനിക്ക് വളരെ വേദനയുണ്ട്. പള്ളിയിൽ പോകും, ആരാധനയിൽ സംബന്ധിക്കും, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരു പൊത്തുവരുത്ത ക്രിസ്തീയ ജീവിതം കൊണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ ചടങ്ങുകളിലും ആചാരങ്ങളിലും രക്ഷ പ്രാപിക്കാമെന്ന് കരുതി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അനേകരുണ്ട്. വിശുദ്ധ വേദപുസ്തകം ഇതൊന്നുമല്ല രക്ഷയെപ്പറ്റി പറയുന്നത്. രക്ഷയെപ്പറ്റി ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കാത്തതായിട്ടുള്ള അധ്യക്ഷന്മാർക്കും മേലധ്യക്ഷന്മാരെയും ഓർത്ത് എനിക്ക് വളരെ വേദനയുണ്ട്. ദൈവസന്നിധിയിൽ ഈ പ്രിയപ്പെട്ടവർ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. യഥാർത്ഥമായി സത്യസുവിശേഷം പ്രസംഗിക്കുവാൻ ദൈവജനങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. പക്ഷെ ഈ കാലത്ത് വേണ്ടത് എന്താന്ന് ചോദിച്ചാൽ രണ്ട് കഥ പറയണം, കുറച്ച് ചിരിപ്പിക്കണം, എല്ലാവർക്കും ആ എങ്ങുമെങ്ങും തൊടാതെ എല്ലാവരെയും പൊതിഞ്ഞ് നല്ല പ്രസംഗങ്ങൾ പറഞ്ഞ് സെന്റ് പൂശി പ്രസംഗിച്ചു പോയാൽ അടുത്ത വർഷവും പുള്ളിയെ വിളിക്കണം. പ്രസാദ് ചെറിയാനെ അങ്ങനെ കിട്ടത്തില്ല. എന്റെ കാലിലെ പൊടിയും തട്ടിയും വെച്ച് ഞാൻ ഇവിടുന്ന് പോകും, നിങ്ങൾ എന്നെ വിട്ടാൽ. അല്ലെങ്കിൽ ഇവിടെ കൊന്നാൽ എന്റെ രക്തം ഞാൻ ഇവിടെ ഊറ്റും. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്റെ ദൈവസന്നിധിയിലേക്ക് കടന്നു പോകും. ദൈവനാമത്തിന് മഹത്വം. എഫേസ്യ ലേഖനം 2-ാം അധ്യായവും 8-9 വാക്യങ്ങൾ. ഈ ലൈറ്റ് ഭയങ്കര ശല്യമാണ് എനിക്ക്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. മോനെ, ഈ ലൈറ്റ് ഇട്ടേക്കുന്നത് വീഡിയോയുടെ കാര്യത്തിനാണോ? അതങ്ങ് ഓഫ് ചെയ്യാമെങ്കിൽ നല്ലതാ. കാരണം എനിക്ക് ഒന്നാമത് ചൂട്, രണ്ടാമത് എന്നെ ആരും കാണണ്ട, കർത്താവിനെ കണ്ടോട്ടെ. ദൈവനാമത്തിന് മഹത്വം. ഇത് ഡ്രാമക്കാർക്കും സിനിമാക്കാർക്കും ഒക്കെ ഉള്ളതാ ഈ ലൈറ്റ്. ചെറിയ ലൈറ്റ് വല്ലതും ഇവിടെ ഉണ്ടേ അത് മതി. എനിക്ക് നിങ്ങളെ കൂടെ കാണാൻ വയ്യ, എൻ്റെ കണ്ണൂടെ മഞ്ഞു പോകുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീഡിയോ എടുക്കുന്നതിന് പ്രയാസമില്ലല്ലോ. എന്നാ പിന്നെ കിടന്നോട്ടെ. ഞാൻ ഒരു സ്പെഷ്യൽ പെർമിഷൻ വീഡിയോയ്ക്ക് കൊടുത്തതാ. അതെ, പ്രത്യേകമായ ചില സാഹചര്യത്തിൽ ഞാൻ വീഡിയോ എടുക്കാൻ അനുവദിക്കും. എന്നാൽ ഇതുപോലുള്ള ലൈറ്റുകളും പ്രയാസങ്ങളും ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് വീഡിയോ പലപ്പോഴും ഞാൻ തടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം. ഒന്നുകൂടെ വായിച്ചേ മോനെ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. ഞാൻ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുവാനായി ആഗ്രഹിക്കുകയാണ്. അപ്പച്ചന്റെ ബുക്കിനെ പറ്റി ഒന്ന് പറയണമെന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് സമയം കിട്ടുന്നില്ല, സുവിശേഷം പറയാൻ തന്നെ സമയം കിട്ടുന്നില്ലല്ലോ. എങ്കിലും ആ ബുക്ക് നിങ്ങൾ വാങ്ങിക്കൊണ്ടു പോകുന്നത് നല്ലതാണ്. രണ്ടാമതായിട്ട്, പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ആരോ പറഞ്ഞ് 7:30 മണിക്ക് ഇറങ്ങി പോകേണ്ടവരുണ്ട്. ദയവായിട്ട് നിങ്ങൾ ആ പുറകിലങ്ങ് ഇരുന്നിട്ട് അവിടുന്ന് അങ്ങ് പോയാൽ ശല്യമില്ല. നേരെ മുമ്പിൽ വന്നിരുന്നിട്ട് എഴുന്നേറ്റ് എല്ലാവരെയും ഒന്ന് നോക്കിയും വെച്ച് അങ്ങോട്ട് ഇറങ്ങി പോകാതെ. അതെനിക്ക് വലിയ ഡിസ്റ്റർബൻസാ. നേരത്തെ ജെയിംസൺ ബ്രദറിന് പോകണം, പോയിക്ക് വിഷമമില്ല, അത് അനുവദിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്ക് ശല്യം ഉണ്ടാക്കരുതെന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ, ഞാൻ തീയിലിരിക്കുന്നത് പോലെ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ദൈവവചനത്തിൽ വളരെ ശക്തിയായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവജനങ്ങൾ ഭയഭക്തിയോടെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിന്റെ മുൻപിൽ ഇരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. രക്ഷ എന്നുള്ള വിഷയത്തെ പറ്റി അനേക ക്രിസ്ത്യാനികളും അജ്ഞരാണ്. രക്ഷ എന്നുള്ള വിഷയത്തെ പറ്റി പല ആളുകൾക്കും പല എന്നാൽ ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നതെന്ന് ഇന്ന് രാത്രി ദൈവ
ദൈവവചനത്തിന് നമ്മെ തന്നെ കീഴ്പ്പെടുത്തണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പറയേണ്ടുന്ന രീതിയിൽ പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് കൃപ നൽകുവാൻ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പ്രിയ സഹോദരി സഹോദരങ്ങളെ, രക്ഷ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഇത് വേറെ ആർക്കോ വേണ്ടിയാണെന്ന് ചിന്തിക്കുന്ന ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന ധാരാളം പേരുണ്ട്. നരകത്തിൽ മുൻപന്തിയിൽ നിങ്ങൾ കാണും. ഞാൻ വളരെ വേദനയോടെ പറയട്ടെ, ഹാർട്ട് ബീറ്റ്സിന്റെ ഒരു പ്രോഗ്രാമിന് ഒരു പള്ളിയിൽ പോയി അവര് പാട്ടുപാടി അതിനുശേഷം അതിന് ഇടയ്ക്കൊരു ദൂത് കൊടുക്കണം. ഞാനാണ് ദൂത് കൊടുത്തത്. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കേണ്ട ആവശ്യകതയെ പറ്റി അവരോട് സംസാരിക്കുകയും പല ആളുകളും കൈകൾ ഉയർത്തി കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ആ സഭയിലെ പട്ടക്കാരൻ മുന്നോട്ട് വന്നിട്ട് നന്ദി പറയുവാനായി വന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയോ, ഇവിടെ വന്ന് മനോഹരമായ പാട്ടുകൾ പാടി നല്ല പ്രസംഗങ്ങളൊക്കെ ചെയ്ത് നമ്മളെ സന്തോഷിപ്പിച്ച ഈ ഗ്രൂപ്പിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. എന്നാൽ രക്ഷിക്കപ്പെടണമെന്നൊക്കെ പറയുന്നത് നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല. നമ്മൾ സഭയായിട്ട് രക്ഷിക്കപ്പെട്ടിരിക്കുക. അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ, സഭയായിട്ട് നീ പാട്ടും പാടിക്കൊണ്ട് നരകത്തിലേക്കാണ് പോകുന്നത്. സഭയായി ഒരുത്തനും രക്ഷിക്കപ്പെട്ടിട്ടില്ലോ. വ്യക്തിപരമായി ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവത്തിൽ നകുന്ന മനുഷ്യനെ നീ അത് പുനഃസ്ഥാപിച്ചേ മതിയാകും. അപ്പോൾ രക്ഷ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് ചിന്തിക്കുന്ന ഭക്തന്മാരായിട്ടുള്ള വ്യക്തികളുണ്ട്, ഭക്തരായിരിക്കുന്ന സമുദായങ്ങളുണ്ട്. ദൈവനാമത്തിന് ഈ രാത്രി ഞാൻ സ്തോത്രം ചെയ്യുന്നു. സഹോദരി സഹോദരങ്ങളെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? സകല മനുഷ്യന്റെയും യഥാർത്ഥമായ ചോദ്യം ഇതാണ്. വിശുദ്ധനായ അഗസ്റ്റിൻ പറഞ്ഞു, ദൈവമേ, നീ ഞങ്ങളെ നിനക്കായി സൃഷ്ടിച്ചു. ഞങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിൽ സമാധാനം കണ്ടടയുവോളും സമാധാനരഹിതമായിരിക്കും. മോനെ, നിന്റെ ഹൃദയം സമാധാനരഹിതമായിരിക്കുന്നതിന്റെ കാരണം ജീവിതത്തിൽ ഒരു ശൂന്യത, അർത്ഥമില്ലാത്തതായ ജീവിതം, ഇതൊക്കെ അനുഭവപ്പെടുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവവുമായിട്ട് ബന്ധം നീ സ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ രക്ഷിക്കപ്പെടുക എന്നത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. രക്ഷയെപ്പറ്റി, രക്ഷിക്കപ്പെടുക എന്നാൽ എന്താണ്? പല ആളുകളും രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് പെന്തിക്കോസ്തുകാരുടെ കാര്യമാണ്, ഇത് ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറയുന്ന പലരും ഉണ്ട്. രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ അയ്യോ, പിന്നെ ഞങ്ങൾ ക്രിസ്ത്യാനികളല്ലേ. നീ ക്രിസ്ത്യാനിയാണോ വേറെ ആനിയാണോ എന്ന് ഞാൻ ചോദിച്ചില്ല. എനിക്കറിയേണ്ടത് നീ രക്ഷിക്കപ്പെട്ടോ എന്നാ. രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പെന്തിക്കോസ്തുകാരിയാണ്, ഞാൻ മർത്തോമാക്കാരനാണ്, എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. ചില ആളുകൾ പറയും, ഉപദേശി, കൊച്ചുനാളില് അപ്പോഴേ അറിയാം ഇവള് ഗുണപ്പെട്ടിട്ടില്ല, കൊച്ചുനാളിലെ മുതലേ നീ പാപിയാണെന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ട് രക്ഷിക്കപ്പെടാതെ കടന്നു വന്നിരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് നിശ്ചയമായിട്ടും അറിയാം ധാരാളം പേര് രക്ഷിക്കപ്പെടാത്തവർ ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രിയും രക്ഷയുടെ ദൂത് തരുവാനായി എന്നെ ഹേമിക്കുകയില്ല. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, എന്റെ രക്ഷയ്ക്കായി എനിക്ക് അനേക അനുഭവങ്ങൾ പറയുവാനുണ്ട്. സാധാരണയായി പ്രസംഗത്തിൽ അനുഭവങ്ങൾ ഞാൻ അധികം പറയാറില്ല. എന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു നല്ല ഭക്തിയുള്ളൊരു വ്യക്തി ഞാൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞ എന്റെ ബൈബിൾ ക്ലാസ്സിൽ തുടർച്ചയായി സംബന്ധിച്ചു. ഒരു ദിവസം എന്നോട് വന്ന് പറഞ്ഞു, നിങ്ങളുടെ രക്ഷയ്ക്കായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ നിങ്ങളുടെ ബൈബിൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാകുകയും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും ചെയ്തു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മോനെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ സഹോദരിയെ, നിന്റെ ക്രിസ്തീയ പാരമ്പര്യം എനിക്ക് അറിയണ്ട, യേശുവിന് വേണ്ടി നീ എന്ത് ചെയ്യുന്നു എന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഒരു കാര്യം മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി, നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? യേശുവിനെ നിന്റെ രക്ഷകൻ സ്വീകരിച്ച് യേശു എന്റെ ഉള്ളിൽ ഉണ്ട്, ദൈവത്തിന് സ്തോത്രം, അവൻ എന്നിൽ കടന്നു വന്ന ദിവസം എനിക്കറിയാം, എന്നെ അവൻ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയാൻ കഴിയാത്ത ഒരു വ്യക്തി ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഈ രാത്രി നിന്നെ രക്ഷിപ്പാൻ എന്റെ യേശു കടന്നു വന്നിട്ടുണ്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ രക്ഷിക്കപ്പെടുക എന്ന് വെച്ചാൽ, ഈ മനുഷ്യരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്? അവസാനം നിങ്ങൾ രക്ഷിക്കപ്പെടാതെ എന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്താണ് പ്രാർത്ഥിച്ചത്? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഞാനൊരു നല്ല ഭക്തനായി ഈ ലോകത്തിൽ ജീവിച്ചു, ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല,
പള്ളിയിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. കൊച്ചുനാളിലെ സൺഡേ സ്കൂളിൽ പോയി നല്ല കുഞ്ഞായി വളർന്നു. അത് കഴിഞ്ഞ് സൺഡേ സ്കൂൾ പഠിപ്പിച്ചു. ആത്മീക കാര്യങ്ങൾ അല്ലെങ്കിൽ സഭയുടെ കാര്യങ്ങൾ മുൻകൈ എല്ലാം എടുത്ത് പ്രവർത്തിച്ചു. നിന്നെ സംബന്ധിച്ച് നീ ഒരു ഉപദേശിയുടെ മകനാണ്, നീ ഒരു അക്രമക്കാരനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിനക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മോനെ, അക്രമക്കാരൻ മുമ്പേ രക്ഷിക്കപ്പെടും. പള്ളി ഭക്തനായി നീ പള്ളിയെ കെട്ടിപ്പിടിച്ചോണ്ട്, അല്ലെങ്കിൽ നിന്റെ ഫെയ്ത്തോവനെ കെട്ടിപ്പിടിച്ചോണ്ട്, സഭയെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് യേശുവിന് ഹൃദയം കൊടുക്കാത്ത മുന്നോട്ട് പോകുന്ന നീ ഉണ്ടല്ലോ, നീ രക്ഷിക്കപ്പെടാൻ പ്രയാസമാണ്. ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് നിന്നെ തന്നെ കീഴ്പ്പെടുത്തുക. ആ മനുഷ്യൻ പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് പ്രത്യേകമായിട്ട് യേശുവിനെ സ്വീകരിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതിയിരുന്നില്ല. യേശുവിനെ എനിക്ക് ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഈ കൺവെൻഷൻ മീറ്റിങ്ങുകള്, രക്ഷയുടെ ദൂതൊക്കെ പുറത്താർക്കാണ്ടോ വേണ്ടിയാണ്. എനിക്കിത് ബാധകമല്ലെന്ന് ചിന്തിക്കുന്ന മനുഷ്യ, ചേമ്പലയുടെ പുറത്ത് വെള്ളം വീഴുന്നത് പോലെ എത്ര പ്രസംഗങ്ങൾ കേട്ടു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് വാദിച്ചിട്ട്, നിന്നോട് സംസാരിച്ചിട്ട്, നീ നിന്റെ പാപത്തിൽ മരിക്കുമെന്ന്, നിത്യനാശത്തിലേക്ക് നീ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവ ന്യായവിധിയുടെ, ദൈവക്രോധത്തിന്റെ കീഴിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, തകർച്ചയിൽ കൂടി മുന്നോട്ട് പോകുന്ന മനുഷ്യ, യുവാവേ, യുവതിയെ, ഈ രാത്രി ദൈവശബ്ദത്തിന് നീ കീഴ്പ്പെടും. ആർക്കാ രക്ഷ ആവശ്യം? എല്ലാവർക്കും രക്ഷ ആവശ്യമാ. ഇന്നലെ രാത്രി പറഞ്ഞല്ലോ, വായിച്ചോട്ടെ. റോമാലേഖനം 3:23 വാക്യങ്ങളാണ് ധാരാളമായി പറയുന്നത്. ദൈവവചനമാണ് സംസാരിക്കുന്നതെങ്കിൽ, ദൈവജനമേ, ഇന്നും നാളെയും മറ്റന്നാളും നിങ്ങൾ കടന്നു വരണമേ. ഈ വിശുദ്ധ വേദപുസ്തകം പൂർണ്ണമായി ദൈവത്തിന്റെ വചനമാണെന്നും ഇത് തെറ്റാത്ത ദൈവത്തിന്റെ വചനമാണെന്നും ഹല്ലേലൂയ നടക്കുന്ന സംഭവങ്ങൾ വ്യക്തമായി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാന രാത്രി കർത്താവിന്റെ രണ്ടാം വരവിനോടുള്ള ബന്ധത്തിൽ ഇന്ന് നടക്കുന്ന സംഭവങ്ങള്, ദൈവനാമത്തിന് മഹത്വം, പ്രവചന നിവർത്തി. അതെങ്കിലും നിന്റെ കണ്ണുകൾ തുറന്നിരുന്നുവെങ്കിൽ നിങ്ങൾ കടന്നു വരണം പ്രാർത്ഥനയോടെ. വായിച്ചാട്ടെ. ഒരു വ്യത്യാസമില്ല, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്ന്. ഇന്നലെ വായിച്ച വാക്യമാണ്. ഒരു വ്യത്യാസമില്ലെന്ന് പറയുമ്പോൾ സഭാ വ്യത്യാസമില്ല, ജാതി മത വ്യത്യാസമില്ല, മനുഷ്യന്റെ ആത്മീകമായ നിലവാരത്തിന്റെ വ്യത്യാസമില്ല, നിന്റെ സമൂഹത്തിലുള്ള സ്ഥാന വ്യത്യാസമില്ല, വലിപ്പച്ചെറുപ്പ വ്യത്യാസം യാതൊന്നുമില്ലാതെ മനുഷ്യ, നീ പാപിയാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും എന്ന് പറയുമ്പോൾ ഉപദേശി ഞാനതിൽ പടുകയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്കും സാധ്യമല്ല. നീ പാപിയാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഒന്നുകിൽ പാപിയാണെന്ന് ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് സമ്മതിക്കുക, അല്ലെങ്കിൽ നിന്റെ പാപത്തിൽ നീ മരിക്കുവാൻ പോകുകയാണ്. പാപിയായ മനുഷ്യനെ, നീ ദൈവത്തിന് ശത്രു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പാപിയായ മനുഷ്യനെ, നീ ദൈവത്തിൽ നിന്ന്, ആത്മീക ജീവനിൽ നിന്ന്, ദൈവ ജീവനിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. നിന്റെ മേൽ ദൈവ ന്യായവിധിയാണ്. നീ ന്യായവിധിയുടെയും ദൈവക്രോധത്തിന്റെയും കീഴിലെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. വാക്യങ്ങൾ നമുക്ക് എടുത്തുകൊള്ളാം. വായിച്ചാട്ട് റോമാലേഖനം 5-ാം അധ്യായം 12-ാം വാക്യം. എന്തുകൊണ്ടാണ് ഈ വാക്യങ്ങൾ വായിപ്പിക്കുന്നത്? രക്ഷയെ പറ്റി മനുഷ്യൻ വളരെ അജ്ഞനാണ്. ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന അനേകരും നരകത്തിലേക്കാണ് പ്രയാണം ചെയ്യുന്നത്. നിങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷകനായി, മതപരിവർത്തനമല്ലേ ഇവിടെ വിഷയം. എന്റെ സഹോദരന്മാരെ, സഭയെ പറ്റിയല്ല ഞാൻ പറയുന്നത്, മതത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്, ക്രിസ്ത്യാനിയെ പറ്റിയല്ല ഞാൻ പറയുന്നത്, ക്രിസ്തു മതത്തെ പറ്റി അല്ല പറയുന്നത്. എനിക്ക് പറയുവാനുള്ളത് മനുഷ്യനും വിശുദ്ധനുമായ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയാണ്. നീ ദൈവരാജ്യത്തിൽ പോകുവാൻ, പാപക്ഷമ ലഭിക്കുവാൻ, നിനക്കുള്ള ഏക വഴി ദൈവം ഒരുക്കിയിരിക്കുന്നതിൽ പ്രവേശിക്കുവാൻ ഇവിടെയുള്ള തൊടുപുഴയുള്ള ദൈവജനങ്ങളെ ദൈവനാമത്തിൽ ആഹ്വാനം ചെയ്യുക മാത്രം. അന്ധകാരം മാറി എന്റെ യേശു പ്രകാശം നൽകുവാൻ ഈ രാത്രി ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യദൈവം, സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ഈ പന്തലിൽ ആ വെളിച്ചം വീശിക്കൊണ്ടിരിക്കുകയാണ്. ദൈവകൃപ നിന്റെ മേൽ പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് നിന്നെ തന്നെ കീഴ്പ്പെടുത്തുമോ? വായില് മോനെ. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും. എന്റെ പൊന്നു കൊച്ചുമോനെ അട്ടിച്ചൊന്ന് കീറിക്ക് ഉറക്കെ വായിച്ചു. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പറ്റുകയില്ല. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും, പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും
മോനെ എനിക്ക് വിഷമമുണ്ട്, യു ആർ മൈ ക്ലോസ് ബ്രദർ. ഈ ശബ്ദം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ വല്ലതൊക്കെ പറയും. മോനെ അങ്ങോട്ട് വേറെ ആരെങ്കിലും ഇങ്ങനെ ശബ്ദമുള്ളത് ഇങ്ങോട്ടൊന്ന് വന്നേ. എൻ്റെ വലിയ ദേവദാസനാണ്, വലിയ കൺവെൻഷൻ പ്രാസംഗികനാണ്, ഞാൻ വളരെ ബഹുമാനിക്കുന്ന ദേവദാസനാണ്. എനിക്ക് അവരോടൊക്കെ വല്ലതൊക്കെ പറയാൻ പ്രയാസമുണ്ട്. ശബ്ദം ഇത് പോരാ. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൻ ആരാ ശബ്ദമുള്ള ആള്? ഞാൻ ഇന്നലെ പറഞ്ഞ ഇങ്ങോട്ട് മുന്നോട്ട് വന്നിരിക്കുക. എന്റെ സഹോദരൻ അങ്ങോട്ട് കയറി നിന്നിരുന്നേ. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ, പിന്നെ അവിടെ പുറകിരുന്ന് എന്തിനാ വായിക്കുന്നത്? ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. വായിക്കുന്ന വാക്യങ്ങളിൽ എല്ലാവരും എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണം. ഈ എല്ലാവരും എന്നുള്ളതിൽ ഞാൻ പെടുകയില്ല. ഞാൻ യാക്കോബക്കാരിയാണ്, ഞാൻ മാർത്തോമാക്കാരനാണ്, ഞാൻ ഇവാഞ്ചലിക്കക്കാരനാണ്, CSI കാരനാണ്, ഞാൻ CS ജോസഫ് അച്ഛന്റെ കൂട്ടത്തിൽപ്പെട്ട പുള്ളിയാണ്, അല്ലെങ്കിൽ ഞങ്ങളെ ക്യാമ്പസ് ക്രൂസൈഡിന്റെ ആളുകളാണ്, ഞങ്ങൾ ബന്ധുക്കോത്തുകാരാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ പെടുകയില്ലെന്ന് പറയാൻ നിനക്ക് അവകാശമില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യ ജാതിമത വ്യത്യാസം കൂടാതെ സഭാ വ്യത്യാസം കൂടാതെ നീ പാപിയാണെന്ന്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. എല്ലാവരും പാപം ചെയ്തു. ആരില്ല മോനെ? നിന്റെ വല്യപ്പച്ചനായ ആദാം പാപം ചെയ്തപ്പോൾ വിശുദ്ധനായ ദൈവത്തിന്റെ മുൻപിൽ മനുഷ്യജാതി മുഴുവൻ പാപത്തിൽ വീണുപോയി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധനായ ദൈവമേ, മനുഷ്യജാതി പാപത്തിൽ വീണു. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കും. ഇന്നലെ ന്യായവിധിയെ പറ്റി സ്വല്പം പറഞ്ഞല്ലോ, വിശദമായി. ഇന്നലത്തെ എന്റെ വിഷയം നിസ്തുലനായ ക്രിസ്തുവായിരുന്നു. എന്നാൽ വിഷയത്തോടുള്ള ബന്ധത്തിൽ ന്യായവിധിയെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞെന്നാൽ ഇന്ന് രക്ഷയെ പറ്റി സമഗ്രമായി പറയുവാൻ ഇനി ഇവിടെ ഇരിക്കുന്ന ഒരൊറ്റ വ്യക്തി പോലും രക്ഷയെ പറ്റി ഞാൻ കേട്ടില്ല, അറിഞ്ഞില്ല എന്ന് പറയരുതേ. എന്റെ യേശു വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. അന്ന് നിങ്ങൾ സുവിശേഷം കേട്ടില്ല, അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കല്ലുകൾ എഴുന്നേറ്റ് നിന്ന് വിളിച്ചു പറയും, പ്രസാചരിയാൻ ചങ്ക് പൊട്ടി ഇവിടെ സുവിശേഷം പറഞ്ഞെന്ന്. അതുകൊണ്ട് ഞങ്ങൾ കേട്ടില്ല എന്ന് പറയാൻ സാധ്യമല്ല. ഈ രാത്രി വേണമെങ്കിൽ ആരെയും നിർബന്ധിക്കുന്നില്ലേ, വേണമെങ്കിൽ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് കടന്നു പോകുക. സഹോദരങ്ങളെ, വായിച്ചാട്ട് 51-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യം. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അകൃത്യത്തിൽ ഉരുവായി. ആദാമിൽ സകല മനുഷ്യരും പാപികളെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഞാൻ പാപമറ്റവനെന്ന് പറയുവാൻ ഒരു വ്യക്തിയെ കൊണ്ടും സാധ്യമല്ല. പ്രിയ സഹോദരങ്ങളെ, ജന്മനാ മനുഷ്യന്റെ പ്രവൃത്തികളാൽ, മനുഷ്യന്റെ ചിന്തയിൽ, ഹൃദയത്തിൽ, അവന്റെ ജന്മത്തിൽ അവൻ പാപിയായ മനുഷ്യ, ദൈവസന്നിധിയിൽ നിന്നകന്നു നിൽക്കുകയാണ്. വായിച്ചാട്ടെ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. ഒരു വാക്യം കൂടെ, ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. എല്ലാവരും എന്നുള്ളത് അവിടെ നിങ്ങൾ കുറിച്ചു കൊള്ളണം. ദൈവനാമത്തിന് മഹത്വം. ആദമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പണിയാൽ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പണിയാൽ പിടിച്ചെടുത്തു. അവനാൽ നീണം തന്നു പാപത്തിൻ കറപൊക്കി. അവനാൽ നീണം തന്നു പാപത്തിൻ കറപൊക്കി. പഠിക്കട്ടെ. രക്ഷിച്ചതാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും പറയുവാനുള്ളൂ. ഈ രാത്രി എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, ഉപദേശി,
എന്റെ ചിന്തയില്, എന്റെ ആലോചനയില്, എന്റെ ഹൃദയത്തില്, എന്റെ പെരുമാറ്റത്തില്, എന്റെ വാക്കില്, എന്റെ ഇടപാടുകളില് എനിക്കൊരു പാപവുമില്ലെന്ന് പറയാൻ കഴിയുന്ന ഒരു വിശുദ്ധനോ ഒരു വിശുദ്ധമതിയോ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞ് എനിക്കൊന്ന് കാണണം. തർക്കിക്കാൻ വേണ്ടിയല്ല, ആ പുണ്യവാളത്തെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം. നീ പാപിയാണെന്ന് സമ്മതിക്കുന്നു എങ്കിൽ, ദൈവത്തിന്റെ വചനം എല്ലാവരും പാപികളെന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യർക്കും രക്ഷ ആവശ്യമാണ്. പാപിക്കാണ് രക്ഷ ആവശ്യം, പാപിക്കാണ് രക്ഷകനെ ആവശ്യം. പലപ്പോഴും സഭയിൽ, പള്ളിയിൽ പോകുന്നത് കൊണ്ട്, ആരാധനയിൽ പങ്കെടുക്കുന്നത് കൊണ്ട്, ചടങ്ങുകളിൽ മതിമയങ്ങി മനുഷ്യൻ പാപിയല്ലെന്ന തെറ്റിദ്ധാരണയിൽ മുന്നോട്ട് പോകാറുണ്ട്. പ്രിയ സഹോദരങ്ങളെ, സകല മനുഷ്യരും പാപികളെങ്കിൽ രക്ഷ എല്ലാവർക്കും ആവശ്യമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സുന്ദര മോനെ, സുന്ദര കുട്ട, നിന്റെ സമുദായത്തിന് എല്ലാ നല്ല കാര്യങ്ങളും നീ ചെയ്യുന്നുണ്ട്. വളരെ നല്ല കാര്യം തന്നെയാ. നന്മ ചെയ്യണ്ടെന്ന് ആരും പറയുന്നില്ല. പക്ഷേ നിന്റെ പുണ്യപ്രവൃത്തികൾ നിന്നെ രക്ഷിക്കുകയില്ല. നീ പാപിയായി തന്നെ തുടരുകയാണ്. ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. രക്ഷ എല്ലാവർക്കും ആവശ്യമെങ്കിൽ എങ്ങനെ രക്ഷ പ്രാപിക്കാമെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞ് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു വിടുകയാ. നാളെ ദൈവമക്കൾക്കുള്ള ദൂത ഞാൻ തരാം നിശ്ചയമായും. നിങ്ങൾ പ്രാർത്ഥനയോടെ കടന്നു വരണമേ. എന്നാൽ രക്ഷ എങ്ങനെ രക്ഷ പ്രാപിക്കും? എല്ലാവർക്കും രക്ഷ ആവശ്യമെങ്കിൽ രക്ഷ എങ്ങനെ സാധിക്കും? മനുഷ്യ മനസ്സിനോട് ചോദ്യര്, രക്ഷിക്കപ്പെടാത്ത ക്രിസ്ത്യാനിയോട് ചോദ്യര്, ലോക തത്വ സംഹിതകളോട് ചോദ്യര്, മനുഷ്യന്റെ ബുദ്ധിയോട് ചോദ്യര്, എല്ലാവരും ഒരേ ഉത്തരം തന്നെ തരും. പ്രവർത്തിച്ച് 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 രക്ഷ പ്രാപിക്കുവാനായി ശ്രമിക്കുക എന്ന്. സൽപ്രവൃത്തികൾ ചെയ്ത്, മതാനുഷ്ഠാനങ്ങൾ കൊണ്ട്, സഭ പറയുന്നതായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ശ്രമിച്ച് പ്രവർത്തിച്ച് രക്ഷ പ്രാപിക്കാനായി ശ്രമിക്കുക എന്ന് മനുഷ്യ മനസ്സ് പറയുമ്പോൾ, മനുഷ്യ ബുദ്ധി അവനെ ഉപദേശിക്കുമ്പോൾ, രക്ഷിക്കപ്പെടാത്ത ക്രിസ്ത്യാനി പറയുമ്പോൾ ആർക്കും ദ്രോഹം ചെയ്യരുത്, തുടർച്ചയായിട്ട് പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം. ബഹുമാനപ്പെട്ട അച്ഛന്മാർ വിചാരിക്കട്ടെ, ഇയാൾ ഇതൊക്കെ പറഞ്ഞ ആളുകൾ പള്ളി വരുമോ? ഗുണപ്പെടാത്തവൻ ശരിക്കും വന്നുകൊണ്ടിരിക്കും കേട്ടോ അച്ഛാ. കാരണം എന്താന്ന് വെച്ചാൽ അവിടെ വന്നാലേലും വല്ല ഗുണം ഉണ്ടാകട്ടുന്നതായി പുള്ളികൾ വരുന്നത്. അതുകൊണ്ട് അത് വന്നുകൊണ്ടിരിക്കും, ആരും ില്ല. അതുകൊണ്ട് പള്ളിയിൽ പോകണം, ആരാധനയിൽ സംബന്ധിക്കണം, പ്രാർത്ഥിക്കണം, വേദപുസ്തകം വായിക്കണം, കേണ്ടി വന്നാൽ ഉപവാസവും നൽകണം, ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കണം, മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യണം. മോനെ, ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. നല്ല കാര്യങ്ങൾ, ആർക്കും ദ്രോഹം ചെയ്യരുത്. എന്നാൽ ദൈവത്തിന്റെ വചനം അതിനെല്ലാം എതിരായി നിന്നുകൊണ്ട് പറയുന്നു, മനുഷ്യ, നിന്റെ പ്രവൃത്തികളാൽ ദൈവസന്നിധിയിൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല. സൽപ്രവൃത്തി കൊണ്ട്, ചടങ്ങ് കൊണ്ട്, ആചാരം കൊണ്ട്, കൂദാശകൾ കൊണ്ട് രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നു. ഏക പുസ്തകം വിശുദ്ധ വേദ പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ഇത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ സ്തോത്രം. മനുഷ്യബുദ്ധിക്ക് അതീതമായി നിന്നുകൊണ്ട് എന്റെ ദൈവം പറയുന്നു, മനുഷ്യ, നിന്റെ സൽപ്രവൃത്തികൾ എന്റെ മുമ്പാകെ കറപുരണ്ട വസ്ത്രം പോലെ എന്ന്. യെശയ്യാവിന്റെ പുസ്തകം 64-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മുടെ പുണ്യപ്രവൃത്തി ദൈവത്തിന്റെ മുമ്പാകെ കറപുരണ്ട വസ്ത്രം പോലെയാണെങ്കിൽ നിന്റെ മറ്റേ പ്രവൃത്തി എങ്ങനെ ഇരിക്കും? പുണ്യപ്രവൃത്തി മാത്രം ചെയ്യുന്നവരാരും ഇവിടെ കാണത്തില്ലല്ലോ. പുണ്യപ്രവൃത്തി മുഴുവൻ ദൈവത്തിന്റെ മുമ്പാകെ കറപുരണ്ട വസ്ത്രമാണെങ്കിൽ മോനെ, നിന്റെ സാധാരണ പ്രവൃത്തികൾ എങ്ങനെയായിരിക്കും? എന്നോട് പറയണ്ട, ദൈവത്തോട് ചോദിച്ചാൽ മതി. എന്റെ ദൈവം പറയുന്നു, മനുഷ്യോ, നിന്റെ പുണ്യപ്രവൃത്തികൾ എന്റെ മുൻപാകെ കറപുരണ്ട വസ്ത്രം പോലെ ഇരിക്കുന്നു എന്ന്. വിശുദ്ധനായ ദൈവമേ, അശുദ്ധനായി പാപിയായി ദൈവത്തിൽ നിന്ന് വേർപെട്ട മനുഷ്യന്റെ പുണ്യപ്രവൃത്തികൾ നീതിമാനായ ദൈവത്തിന് അംഗീകരിക്കുക സാധ്യമല്ലേ? ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രവൃത്തിയാൽ രക്ഷ സാധ്യമല്ലെന്നുള്ള വാക്യമാണ് നമ്മൾ ആദ്യം വായിച്ചത്. ഒന്നുകൂടെ വായിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-9 വായിപ്പിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഉപദേശി എങ്ങാണ്ടു എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ ബൈബിളിൽ ഇല്ലെന്ന് എന്നോട് പറയരുത്. ബൈബിൾ തുറന്നു നോക്കിക്കോ, നിങ്ങളുടെ ആളുകൾ തന്നെയാ വായിക്കുന്നത്. കൃപയാണല്ലോ നിങ്ങൾ വിശ്വാസം കൊണ്ട് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. പ്രവൃത്തികൾ കാരണമല്ലെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടവരാണ്. നിങ്ങൾ എങ്ങനെയാ രക്ഷിക്കപ്പെട്ടത്? കൃപയാൽ, വിശ്വാസം മൂലമല്ലോ.
നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ലേ? ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികൾ കാരണമല്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 1-2 വാക്യം റോമാലേഖനം 4-ാമത്തെ ആയത്തിന്റെ. ഞാൻ എവിടെ കൺവെൻഷൻ പോയാലും ഈ ഒരു പ്രസംഗം ഞാൻ ചെയ്യാതെ പോകത്തില്ല കേട്ടോ. എന്താന്ന് വെച്ചാൽ ഈ പ്രവർത്തിച്ച് രക്ഷ പ്രാപിക്കാമെന്ന് വിശ്വസിക്കുന്ന അനേക ക്രിസ്ത്യാനികളുണ്ട്. വളരെ വേദനയോടെ പറയട്ടെ പോലെ, വിശുദ്ധ വേദപുസ്തകം അതിനെ സമ്മതിക്കുന്നില്ല. വചനത്തിൽ വായിച്ചോട്ട്, എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയേണ്ടു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ, ശ്രദ്ധിച്ചു കേൾക്കണം, പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്. ദൈവസന്നിധിയിൽ ഇല്ലതാനും. അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലതാനും. തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ദൈവനാമത്തിന് മഹത്വം. അതിന്റെ വാക്കുകൂടെ വായിക്കണമേ. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയണ്ടു. അബ്രഹാം പ്രവർത്തികളാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിലില്ലേ. പ്രവൃത്തി നീതീകരിക്കപ്പെടുവാൻ ശ്രമിക്കുന്ന മനുഷ്യരെ നീ ഓടി നടന്ന് പ്രസംഗിച്ചു, നീ കർത്താവിന്റെ വേല ചെയ്തു, ലോകപ്രകാരം നിനക്ക് പേരുണ്ട്, സ്ഥാനമുണ്ട്, നീ ഇല്ലാത്ത കമ്മിറ്റിയില്ല, നീ ഓരോ സ്ഥാനത്തും ക്രിസ്തീയ കോളത്തിൽ വലിയ പുള്ളിയാണ്. പക്ഷേ ദൈവം നിന്നെ അറിയുന്നില്ല. ദൈവവുമായി ബന്ധമില്ലാതെ ഇരിക്കുന്ന മനുഷ്യ, നിനക്ക് മനുഷ്യന്റെ മുമ്പിൽ പ്രശംസയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ല. തിരുവെഴുത്ത് എന്താ പറയുന്നത്? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടാണ്. ഞാൻ ഒരു ദിവസം മുഴുവനും എന്റെ സഹോദരന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ വന്ന് രാവിലെ മുതൽ പറമ്പിൽ കിളച്ച് വൈകിട്ട് വരുന്ന ഉടനെ എന്റെ പൊന്ന് ചാക്കോച്ച, ആ ശമ്പളം ഇഞ്ഞ് തരണേ, എന്നത്തെ ജോലിയുടെ കൂലി ഇഞ്ഞ് തരണേ എന്നും പറഞ്ഞ് നിങ്ങളുടെ ആരുടെയും കാല് ഞാൻ പിടിക്കത്തില്ല. എടുക്കണോ എന്റെ ശമ്പളം? രാവിലെ മുതല് വൈകുന്നവരെ ഞാൻ ജോലി ചെയ്തതിന്റെ കൂലിക്ക് നീ എനിക്ക് കടക്കാരനാണ്. നിന്റെ ബാങ്ക് ഉടമയോ നിന്റെ സ്കൂൾ മാനേജ്മെന്റോ നീ എവിടെ ജോലി ചെയ്യുന്നു ആ മുതലാളി നിന്റെ ജോലിക്ക് കടക്കാരനാണ്. കേട്ടോ സഹോദര, അവിടെ ദാക്ഷിണ്യം ആവശ്യമില്ല, കരുണ ആവശ്യമില്ല, കൃപ ആവശ്യമില്ല. പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടാണ്. കർത്താവേ, ഞങ്ങൾ പള്ളിയിൽ മുമ്പിൽ പോയി ഇരുന്നവരാണ്, മെഴുകുതിരി കത്തിച്ചവരാണ്, ഞങ്ങൾ കർത്താവിന് വേണ്ടി ഒരുപാടൊക്കെ ചെയ്തു, ഞങ്ങളുടെ വല്യപ്പച്ചന്മാരാണ് പള്ളി പണിയിച്ചത്, ഞങ്ങളുടെ കുടുംബം അറിഞ്ഞുകൂടെ, 6 അച്ഛന്മാരെ നിരത്തി നിർത്താനുണ്ട്, 1-2 തിരുമേനിമാരുമുണ്ട്, ഞങ്ങളുടെ കുടുംബത്തില് പാരമ്പര്യം പറയുന്ന മനുഷ്യ, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു, പള്ളിക്ക് കുരിശ് കൊടുക്കും മോനെ, പള്ളിക്ക് വേണ്ടാന്ന് എന്തിനാ പറയുന്നത്? നീ ഏതായാലും ബ്ലാക്കിലാ ഉണ്ടാക്കുന്നത്, അത് കുറച്ച് പള്ളിക്കൂടെ കൂടെ വേണ്ട പറഞ്ഞില്ല. കേട്ടോ സഹോദരന്മാരെ, അത് ചെയ്തു ഇത് ചെയ്തു, പാരമ്പര്യം പറയുന്ന മനുഷ്യ, ഞാൻ ഇതെല്ലാം കർത്താവിന് വേണ്ടി ചെയ്തു, അതുകൊണ്ട് സ്വർഗം ഇങ്ങോട്ട് എടുക്കെന്ന് പറയാൻ ദൈവം നിന്റെ കടക്കാരനല്ല. ഞാനല്ല പറഞ്ഞത്, ദൈവത്തിന്റെ വചനമാ പറയുന്നത്. വേണമെങ്കിൽ ദൈവവചനത്തിന് കീഴ്പ്പെടുക. സഭാവ്യത്യാസം കൂടാതെ സഭയിൽ മുരടിച്ചിരിക്കുന്ന മൂത്ത ക്രിസ്ത്യാനിയെ ഒരാൾ എന്നോട് പറഞ്ഞു, ഈ സൂചേടം കേൾക്കാനൊന്ന് വരണ്ടേ, കൊണ്ടുവരത്തില്ലേ, ഒന്ന് വരണ്ടേ. ഇപ്പൊ ചിലർ വിചാരിക്കും വന്നത് അബദ്ധമായി പോയല്ലോടാ, ഇയാൾ നമുക്കിട്ടെല്ലാം പടക്കം എഴുതിയ, പടക്കം കൊണ്ടോട്ട് നീ പൊക്കോ, നാളെ വരണ്ട വൈരുമനെ. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് നീതിമാനെ നീതീകരിക്കാൻ സാധ്യമല്ല. നീ നീതിമാനാണ്, പുണ്യവാളനാണ്, ഞാൻ ഭക്തനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന്, ദൈവമേ, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, ഇന്ന കുടുംബത്തിൽപ്പെട്ട ആളാണ്, ഇന്ന സഭയുടെ അംഗമാണ്, ഞാൻ അന്യഭാഷ പറയുന്നുണ്ട്, ഞാൻ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പെന്തിക്കോസ്തുകാരിയാണ്. ദൈവസന്നിധിയിൽ നീതീകരണം നിനക്ക് കിട്ടത്തില്ല. കേട്ടോ, ദൈവം അഭക്തനെ മാത്രമേ നീതീകരിക്കുകയുള്ളൂ. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ഈ രാത്രി ദൈവമേ, ഞാൻ അഭക്തനാണ്, ഞാൻ പാപിയാണ്, സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും എനിക്ക് നിവർത്തിയില്ലേ, എന്നോട് കരുണ തോന്നണമേ. നിന്റെ പ്രമാണങ്ങൾ മുഴുവനും ലംഘിച്ച ഞാൻ ഈ രാത്രി, എന്റെ ദൈവമേ, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ
നിന്നെ നീതീകരിക്കുവാൻ, നിന്നെ ദൈവരാജ്യത്തിന് അവകാശിയാക്കുവാൻ, നിന്റെ പാപങ്ങൾ ക്ഷമിച്ച് ഹല്ലേലൂയ നിത്യജീവൻ നിനക്ക് നൽകുവാൻ എന്റെ യേശു ഈ രാത്രി കടന്നു വന്നിട്ടുണ്ട്. മനുഷ്യ, ദൈവരാജ്യത്തിൽ പോകാൻ കുറുക്കു വഴിയില്ലേ, പ്രവൃത്തികളാൽ അല്ല എന്ന് വ്യക്തമായി പറയുന്നു. വായിക്കട്ടെ, മത്തായിയുടെ സുവിശേഷം 5:20. ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവർ ഇത് കേട്ടുകൊണ്ട് പോകണം. ക്രിസ്ത്യാനി രക്ഷിക്കപ്പെട്ട് ദൈവ പൈതലായി ജീവിക്കുന്നുവെങ്കിൽ ഇന്ത്യ ക്രിസ്തുവിലേക്ക് വരും. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്താ ഈ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതി എന്നറിയാമോ? നീ കർത്താവിനോട് ചോദിച്ചു, നീ ആരോ പോയി, നീ ഇത്ര വലിയ പുള്ളിയാണോ, ഞങ്ങളുടെ അബ്രഹാമിനേക്കാൾ വലിയവനാണോ? കർത്താവ് പറഞ്ഞ, അബ്രഹാം ഉണ്ടായിരുന്നതിന് മുമ്പേ ഞാനുണ്ട്. എന്റെ ദൈവം ആദിയും അന്തവും, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവൻ ആദിയും അവൻ അന്തവും, ഒന്നാമനും അവസാനത്തവനുമാണെന്ന് പറയുമ്പോൾ വെളിപാട് 22:1 പറഞ്ഞിട്ടുണ്ട്, അവനാണ് ഒന്നാമത്തവനെങ്കിൽ അതിനു മുൻപേ ആരുമില്ല. കേട്ടോ, നിങ്ങള് എബ്രായർ 7:3 വായിക്കണം. ഇപ്പൊ വായിക്കണ്ട. അവന് പിതാവില്ലോ മാതാവില്ല, ആരംഭമില്ല അവസാനമില്ല. ആ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വംശാവലിയില്ലോ എന്റെ ദൈവമേ, സ്വയം ഭൂവായവന് എന്റെ യേശു, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ യേശുവിനോട് ചോദിക്കുക, ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ നീ വലുതാണ്? ഞങ്ങളുടെ തിരുമേനിമാരെക്കാൾ, ഞങ്ങളുടെ അച്ഛന്മാരെക്കാൾ, ഞങ്ങളുടെ പാസ്റ്റർമാരെക്കാൾ, ഞങ്ങളുടെ സഭയുടെ എൽഡർമാരെക്കാൾ ഒക്കെ നീ വലിയവനാണോ? ഇയാള് പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ ആളുകൾ ആരും ഇങ്ങനൊന്നും പ്രസംഗിച്ചിട്ടില്ലല്ലോ, ഇയാൾ എന്താ ഇതൊക്കെ പറയുന്നത്? ഞാനല്ല പറഞ്ഞത്, വേദപുസ്തകം പറയുന്നത്. ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതി അവർ ചടങ്ങുകളിൽ ആശ്രയിച്ചു. പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുവാൻ, പ്രവൃത്തിയാൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ശ്രമിച്ചു. കൽപ്പനകൾ അനുസരിച്ചു. ന്യായപ്രമാണം പറയുന്നതൊക്കെയും അനുസരിക്കുവാനായി അവർ ശ്രമിച്ചു. പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുവാൻ. ഉപദേശി, വാക്യമുണ്ടോ? ഉണ്ട് മോനെ, വായിച്ചാട്ടെ റോമാലേഖനം. എന്റെ കർത്താവ് പറയുന്നു, ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും ഈ നീതിയെ അതിജീവിക്കുന്ന ഒരു നീതി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. ഈ രാത്രി ദൈവരാജ്യത്തിൽ കടക്കണമോ? ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുവാൻ ശ്രമിക്കുന്ന മനുഷ്യോ, ആ നീതിയെ അതിജീവിക്കുന്ന ഒരു നീതി നിനക്ക് ആവശ്യമാണ്. റോമാലേഖനം 9:30-31 വാക്യങ്ങൾ വേഗം വായിച്ചാട്ടെ. ആകയാൽ നാം എന്ത് പറയേണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു. നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു. എന്റെ കർത്താവ് പറഞ്ഞു, നിങ്ങളെക്കാൾ മുമ്പേ ചുങ്കക്കാരും വേശ്യകളും ദൈവരാജ്യത്തിൽ പോകുമെന്ന് കേട്ട പള്ളിയുടെ മുമ്പിൽ നിൽക്കുന്ന ഡീക്കനെ, വലിയ പുള്ളിയായി നിൽക്കുന്ന മനുഷ്യന്, സുവിശേഷ വേലക്കാരാ ശ്രദ്ധിക്ക, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത നിന്നെക്കാൾ മുൻപ് ചുങ്കക്കാരും വേശ്യകളും ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. എന്താണെന്നറിയാമോ? അവര് ഭാവികളാണെന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അഭക്തനെ നീതീകരിക്കുന്ന ഒരു ദൈവമേ, നിന്നെ എനിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് അവനെ രക്ഷകനായി സ്വീകരിച്ചു. നിനക്കതിന് ആവശ്യമില്ലെന്ന് കണ്ട് പുറന്തള്ളി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു. വായിരുമനെ, വിശ്വാസത്താലുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ശാസ്ത്രിമാരും പരീശന്മാരുമോ ആ പ്രമാണത്തിങ്കിൽ എത്തിയില്ല. അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവർത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ. ഞങ്ങൾക്ക് ന്യായപ്രമാണമുണ്ട്, ഞങ്ങൾക്ക് പ്രവാചകന്മാരുണ്ട്, ഞങ്ങൾക്ക് ആലയമുണ്ട്, ഞങ്ങൾക്ക് യാഗമുണ്ട്, ഞങ്ങൾക്ക് തിരുവെഴുത്തുണ്ട്, ഞങ്ങൾക്ക് എല്ലാം ഉണ്ടെന്ന് അഭിമാനിച്ചിരുന്ന ആ ജനതയോട് എന്റെ ദൈവം പറയുകയാണ്, ഈ അഭിമാനത്തില്, ഈ ചടങ്ങില്, ഈ ആചാരങ്ങളില് നിങ്ങളുടെ പ്രവൃത്തികളാൽ നീതീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്ന മർത്തോമക്കാരെ, യാക്കോബക്കാരെ, CSI-ക്കാര്, പെന്തിക്കോസ്തുകാര്, ഇതൊന്നും അല്ലാത്ത കോസ്തേ ആരുമായിക്കൊള്ളട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രി പറയുന്നു, വിശ്വാസത്താലുള്ള നീതീകരണത്തിന് വേണ്ടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമോ? ആദമും ഹവ്വയും പാപം ചെയ്തപ്പോൾ അവര് നഗ്നരാണെന്ന് അറിഞ്ഞു, ഇല്ലേ? ആദമും ഹവ്വയും ആദ്യ മനുഷ്യനും അവന്റെ ഭാര്യയും പാപം ചെയ്തപ്പോൾ നഗ്നരെന്നറിഞ്ഞു. ഉടനെ എന്താ ചെയ്തതെന്നറിയോ? അത്തിയില കൊണ്ട് ഒരൊടയുണ്ടാക്കി അങ്ങോട്ട് കൊടുത്തു. ചില പുള്ളികളോട്, തിരുമേനി വന്നാൽ എൻ്റെ വീട്ടിലാ മേശ, അച്ഛൻ വന്ന കസേര എൻ്റെ വീട്ടിലാണ്,
ഉപദേശിക്ക് ബെഞ്ച് എൻ്റെ വീട്ടിലാണ്, കപ്പ്യാർക്ക് പായും എൻ്റെ വീട്ടിലാണ്. ഇതെല്ലാം കൊണ്ടാ പിന്നെ തിരുമേനി വന്ന എൻ്റെ വീട്ടിൽ അങ്ങനെ വല്ലവരോട് എന്നോട് വഴക്കുണ്ടാക്കരുത്. നീ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ ഇത് ബാധകമല്ലല്ലോ. രക്ഷിക്കപ്പെടാത്ത നീ തിരുമേനിയെ വിളിച്ച് ഊണ് കൊടുത്താൽ നിനക്ക് എന്നെ കിട്ടും? നീ നിത്യ നരകത്തിലോട്ടാ പോകുന്നത്. തിരുമേനിക്ക് ഊണ് കൊടുക്കുന്നത് തന്നെ നിനക്ക് ശാപമായി തീരും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ മുഖം നോക്കി പ്രസംഗിക്കാൻ ഇവിടെ വന്നില്ലോ. ഒരുത്തന്റെ സർട്ടിഫിക്കറ്റും എനിക്ക് ആവശ്യമില്ല. ഈ രാത്രി നിനക്ക് യേശുവിനെ ആവശ്യമാണ്. ധനാഠ്യനെ, മാന്യനെ, മാന്യ സ്ത്രീയെ, സഭയിലെ അംഗീകാരമുള്ള സഹോദര സഹോദരി, നിനക്ക് യേശുവിനെ ഈ രാത്രി ആവശ്യമാണ്. ദൈവനാമത്തിന് ആദമോവയും പാപം ചെയ്തപ്പോൾ അത്യല കൊണ്ട് ഒരു ഉടയുണ്ടാക്കി. നഗ്നത മറഞ്ഞു. എത്ര നേരത്തേക്കാ ദൈവശബ്ദം കേൾക്കുന്നവരെ കേട്ടോ? ദൈവശബ്ദം കേട്ടപ്പോൾ ആദാമും ഓടി ഒളിക്കുകയാണ്. ദൈവം ചോദിച്ചില്ല നിന്റെ അകത്ത് ഉടയെന്തി എന്ന്. ദൈവത്തിന് അറിയാം. ആദാമേ, നീ എവിടെയാ? ഞാൻ നഗ്നനാണ്. എന്തിയെ? അത്തി കൊണ്ടുണ്ടാക്കിയ ഇല. മോനെ, നീ രക്ഷിക്കപ്പെടാതെ ഞായറാഴ്ച പള്ളിയിൽ വന്ന് തിരുവത്താഴം കൈക്കൊണ്ടിട്ട് വെളിയിലോട്ട് പോകുമ്പോ ഇങ്ങനെ പോകുന്ന ഭക്തൻ ഒരാഴ്ച മുഴുവൻ തോന്നിവാസ ജീവിതം നയിച്ചിട്ട് ഞാൻ മൈക്കിലോട്ട് വരാം. ഒരാഴ്ച മുഴുവൻ തോന്നിവാസ ജീവിതം നയിച്ച് ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ യേശുവിന് ഹൃദയം കൊടുക്കാതെ കിട്ടുന്നത് കുറച്ച് പള്ളിക്കും കൊടുത്ത് ഞായറാഴ്ച വന്ന് രക്ഷിക്കപ്പെടാത്ത നീ വന്ന് ഇത് വിശുദ്ധന്മാർക്ക് കൊടുക്കുന്ന സാധനമാ കേട്ടോ. രക്ഷിക്കപ്പെട്ടവർക്കല്ലാതെ കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുവാൻ നിനക്ക് അവകാശമില്ല കേട്ടോ. അത് രക്ഷിക്കപ്പെട്ട ദൈവജനങ്ങൾക്കുള്ളതാണ്. രക്ഷിക്കപ്പെടാതെ വന്ന് ഇതൊന്ന് എടുത്തു കഴിയുമ്പോൾ ഒരു ചെറിയ ആശ്വാസമാണ്. ഞാൻ അതിന് പറയുന്ന ഇടക്കാല ആശ്വാസം എന്നാ കേട്ടോ. ഈ ഇടക്കാല ആശ്വാസം കൊണ്ട് നീ ദൈവശബ്ദം ഒരു ദിവസം കേട്ടേ മതിയാവും. അന്ന് എന്റെ കർത്താവിന്റെ മുമ്പിൽ നിൽക്കാൻ നിന്റെ അത്യല കൊണ്ട് സാധ്യമല്ല. സ്വന്തം ശ്രമങ്ങൾ കൊണ്ട്, ചടങ്ങുകൾ കൊണ്ട്, ആചാരങ്ങൾ കൊണ്ട്, സൽപ്രവൃത്തി കൊണ്ട്, കൂദാശ കൊണ്ട് നിന്റെ നഗ്നത മറച്ച് ദൈവസന്നിധിയിലെ നീതിമാനെന്ന് ചിന്തിക്കുന്ന മനുഷ്യോ, ഇന്ന് ദൈവശബ്ദം കേൾക്കുമ്പോൾ നിന്റെ ഹൃദയത്തെ കഠിനമാക്കാതെ വേദനയോടെ പറയട്ടെ, ഇന്ന് അവന്റെ മുമ്പിൽ നീ മുട്ടുകൾ മടക്കിയാൽ നീ ഭാഗ്യമുള്ളവനാണ്, നീ ഭാഗ്യമുള്ളവളാണ്. അല്ലെങ്കിൽ ഒരു ദിവസം വരുന്നുണ്ട്, എല്ലാ മുഴങ്കാലും എന്റെ യേശുവിന്റെ മുമ്പിൽ മടങ്ങുമേ, എല്ലാ കണ്ണുകളും അവനെ കാണുമേ, എല്ലാ മുഴങ്കാലും മടങ്ങും തൻ പേരോ മുൻപിൽ വല്ലവർക്കും ഒരു മൃഗം അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിന്റെ പാപത്തിന്റെ പരിഹാരമായി ദൈവം യാഗങ്ങൾ ഏർപ്പെടുത്തി. ആ യാഗം ഊനമില്ലാത്ത എന്റെ യേശുവിന്റെ യാഗത്തെയാ കാണിക്കുന്നത്. അവിടെ വെച്ച് പറയുകയാണ്, സ്ത്രീയുടെ സന്തതിയായി അവൻ വരുമെന്ന്. ദൈവനാമത്തിന്റെ മഹത്വം. അവൻ മൃഗത്തെ കൊന്നിട്ടുണ്ട്, തുകൽ കൊണ്ടൊരു ഉടയുണ്ടാക്കി. നഗ്നരായ മനുഷ്യോ, നിന്നെ നശിപ്പിക്കുവാനല്ല, നിന്നെ ദൈവസന്നിധിയിൽ നിർത്തുവാൻ പ്രാപ്തനാക്കേണ്ടതിന് നീതിയുടെ ഉട നിനക്ക് തന്ന് നിന്നെ ഉടുപ്പിച്ച് നിന്റെ നഗ്നത മറയ്ക്കുവാൻ എന്റെ യേശു കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി അവൻ കടന്നു വന്നിട്ടുണ്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉപദേശി, പ്രവൃത്തികളാൽ രക്ഷ സാധ്യമല്ലെന്ന് പറയുന്നതിന്റെ കാരണം എന്താ? വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി 2-3 കാര്യങ്ങൾ പറയുക. ആർക്കെങ്കിലും വണ്ടി പോകുമെന്നുള്ളവര് അടുത്ത പാട്ട് പാടുമ്പോൾ ഞാൻ 7:45 പാട്ട് പാടാം.
അദ്ദേഹം എന്നോട് പറഞ്ഞു 7:45 വണ്ടി പോകും. ഞാൻ ഇന്നലെ കർശനമായി പറഞ്ഞെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇവിടെ തീയിലാണ് ഇരിക്കുന്നത് കേട്ടോ. പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ ദൈവവചനം എന്റെ ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ എന്റെ സഹോദരി സഹോദരന്മാരെ, എന്നോട് കരുണ ചെയ്ത് നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയോ. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് പ്രവൃത്തിയാൽ രക്ഷ സാധ്യമല്ലെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്? ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. രക്ഷയെ സംബന്ധിക്കുന്ന വിശുദ്ധ വേദപുസ്തകം പറയുന്ന ഏത് വാക്ക് നീ ഏത് സഭക്കാരനായിരുന്നാലും എടുത്തു നോക്ക്, മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല എന്നാണ് ദൈവവചനം പറയുന്നത്. എത്ര പദങ്ങൾ വേണം? വീണ്ടെടുപ്പ്, അടിമയായിരിക്കുന്ന മനുഷ്യനെ, പാപത്തിന് അടിമയായിരിക്കുന്ന മനുഷ്യനെ വേറൊരു അടിമയ്ക്ക് വിടുവിക്കുക സാധ്യമല്ല. അതുകൊണ്ട് ദൈവം മനുഷ്യനായി അവതരിച്ച് പൊള്ളിയ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, കുഞ്ഞാടിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ നിർദോഷവും നിഷ്കളങ്കവുമായ രക്തം കൊണ്ടാണ് എന്നെ വീണ്ടെടുത്തിരിക്കുന്നത്. അടിമയ്ക്ക് തന്നെത്താനെ രക്ഷ പ്രാപിക്കുക സാധ്യമല്ല, സ്വാതന്ത്ര്യം ലഭിക്കുക സാധ്യമല്ല. എത്ര വാക്യങ്ങൾ വേണം മോനെ? രക്ഷയെ പറ്റി വിശുദ്ധ വേദപുസ്തകം ഉപയോഗിച്ചിരിക്കുന്ന ഒരൊറ്റ പദം പോലും മനുഷ്യ നിന്റെ പ്രവൃത്തികളാൽ അത് സാധ്യമല്ലെന്ന് വെളിപ്പെടുത്തുകയാണ്. ദൈവസന്നിധിയിൽ ഒരു നീതീകരണം ആവശ്യമാണ്. എന്താ നീതീകരണം എന്ന് പറയുന്നത്? വായിച്ചാട്ടെ, റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനമുണ്ട്. പാപിയായ മനുഷ്യൻ, ദൈവത്തിന് ശത്രുവായിരിക്കുന്ന മനുഷ്യന് ദൈവത്തോട് സമാധാനം വേണമെങ്കിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടേ മതിയാകൂ. നീതീകരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? കുറ്റവാളിയായ ഒരു മനുഷ്യനെ കുറ്റമില്ലാത്തവനെന്ന് പ്രഖ്യാപിച്ച് വെറുതെ വിടുക. ദൈവനീതിക്കത് സാധ്യമല്ല. അതുകൊണ്ടാണ് എന്റെ യേശു ഈ ലോകത്തിൽ വന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, പാപിയുടെ മേലുള്ള ദൈവത്തിന്റെ നീതി പാപിയെ നിഗ്രഹിക്കണമെന്നുള്ളതാണ്. നീതിമാനായ ദൈവം പറയുന്നു, പാപിയെ നിഗ്രഹിക്കണം. പാപത്തിന്റെ ശമ്പളം മരണമെന്ന് റോമാലേഖനം 6:23 പറയുന്നു. പാപത്തിന്മേലുള്ള ദൈവനീതി പാപിയെ നിഗ്രഹിക്കുക. മരണം എന്ന് പറഞ്ഞിരിക്കുന്നത് 2-ാം മരണമാണ്. വെളിപാട് 20 ഇന്നലെ രാത്രി വായിച്ചു. ഇന്ന് വായിക്കാനുള്ള സമയമില്ല. ദൈവത്തിൽ നിന്ന് നിത്യമായി വേർപെട്ട് യാതനയിൽ നിത്യമായിട്ട് തീപ്പൊയ്കയിൽ കഴിയുക എന്നുള്ളതാണ് മരണമെന്നുള്ള വാക്കുകൊണ്ട് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്. ദൈവത്തിൽ നിന്നുള്ള എന്നേക്കുമുള്ള വേർപാടാണ്. ആ ദൈവത്തിന്റെ ന്യായവിധി മനുഷ്യ നിന്റെ പുണ്യപ്രവൃത്തി കൊണ്ടോ, ചടങ്ങ് കൊണ്ടോ, ആചാരങ്ങൾ കൊണ്ടോ, കൂദാശകൾ കൊണ്ടോ, പുണ്യപ്രവൃത്തി കൊണ്ടോ മനുഷ്യ ആ പാപത്തിന്റെ ശിക്ഷ കൊടുത്ത് രക്ഷപ്പെടുവാൻ സാധ്യമല്ല. എന്നാൽ ശിക്ഷ തന്നെ എന്നേക്കുമുള്ള വേർപാട്. അതുകൊണ്ട് ദൈവമേ, സ്നേഹവാനായ ദൈവം പാപിയെ രക്ഷിക്കുവാൻ ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്റെ യേശുവാണ് പാപത്തിന്മേലുള്ള ശിക്ഷ അവന്റെ മേലായി. വായിച്ചാട്ടെ, 2 കൊരിന്ത്യർ 5:21. ഇന്നലെ പല വാക്യങ്ങൾ വായിച്ചു. ആ വാക്യങ്ങൾ ഒന്നുകൂടെ പറയുകയാണ്. എന്നാൽ ഇന്നും സംശയത്തിൽ മുന്നോട്ട് നീങ്ങുന്ന മനുഷ്യ, പാപത്തിന്മേലുള്ള ദൈവന്യായവിധി ലോകത്തിൽ എവിടെയെങ്കിലും നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ യേശുവിന്റെ കാൽവരി ക്രൂസിൽ മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രൂസിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഭാവിയായ മനുഷ്യന് വിശുദ്ധനായ ദൈവവുമായി ഒരു ബന്ധവും പുലർത്തുക സാധ്യമല്ല. പാപമറിയാത്തവനെ, പാപമറിയാത്ത വിശുദ്ധനായ യേശുവിന് നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ദൈവനാമത്തിന് മഹത്വം. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം വേഗം വായിക്കണം. യോഹന്നാൻ 1:29. യേശുവിനെ നോക്കിക്കൊണ്ട്, ഇതാ അമേരിക്കക്കാരന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാൾ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എന്റെ യേശുവിനെ നീ അമേരിക്കയിൽ കൊണ്ട് തളയ്ക്കാതെ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് സകല മനുഷ്യജാതിയുടെയും പാപപരിഹാരത്തിന് വേണ്ടിയാണ് എന്റെ യേശു ലോകത്തിൽ വന്നത്. ദൈവനാമത്തിന് മഹത്വം. മോനെ, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക്
നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യ, നിന്റെ പാപത്തിന്റെ ശിക്ഷ എന്റെ യേശുവാണ് കാൽവറിയിൽ ചുമന്നത്. മരണമില്ലാത്തവനെ, ദൈവസ്നേഹം നിന്നെ മരിക്കുന്നതിന് വേണ്ടി ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. മരണമില്ലാത്തവനെ, പാപമില്ലാത്തവനെ, നീ മനുഷ്യനായി അവതരിച്ചു. പാപത്തിന്റെ ശമ്പളമാണ് മരണം. എന്നാൽ യഹോവ നമ്മുടെ അകൃത്യമൊക്കെയും അവന്റെ മേൽ ചുമത്തി നമ്മുടെ പാപങ്ങളെ ഏറ്റുകൊണ്ട്, മോനെ നീ മരിക്കേണ്ട സ്ഥാനത്ത്, മോളെ നീ മരിക്കേണ്ട സ്ഥാനത്ത് നിന്റെ പാപത്തിന്റെ ശിക്ഷ ഏറ്റുകൊണ്ട് ദൈവനീതി നിറവേറ്റുവാൻ നീതിമാനായ ദൈവമേ, മനുഷ്യജാതിയെ ദൈവം സ്നേഹിച്ച് രക്ഷയ്ക്കായി നീതിമാനായ ദൈവം തന്റെ നീതി ക്രൂശിൽ നിറവേറ്റുകയാ. ഈ സ്നേഹത്തിന് നീ എന്തെങ്കിലും വില കൽപ്പിച്ചിട്ടുണ്ടോ? ഈ രാത്രി ആ സ്നേഹത്തിന് വില കൽപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് കടന്നു പോകണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. മതപരിവർത്തനമല്ല പറയുന്നത്. നീ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. ചെറുപ്പക്കാരാ, യുവതിയെ, യുവാവേ, പ്രായമുള്ളവരെ, നിനക്ക് യേശു ആവശ്യമാണ്. ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ വഴി എന്റെ കർത്താവ് ക്രൂശിൽ കൂടി തുറന്നിട്ടു. ലോക ചരിത്രത്തിൽ മനുഷ്യജാതിയുടെ പാപത്തിന്റെ ശിക്ഷ ആരെങ്കിലും ഏറ്റിട്ടുണ്ടെങ്കിൽ എന്റെ യേശു മാത്രമാണ്. പാപിയെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ എന്റെ യേശു അല്ലാതെ മറ്റാരും കടന്നു വന്നിട്ടില്ലേ. അവൻ ക്രിസ്ത്യാനിയുടെ ദൈവമാണെന്ന് നീ തെറ്റിദ്ധരിക്കാതെ, പെന്തിക്കോസ്തുകാരന്റെ ദൈവമാണെന്ന് തെറ്റിദ്ധരിക്കാതെ, ലോകരക്ഷകനാ മനുഷ്യ, നിന്നെ സൃഷ്ടിച്ച ദൈവമാ. ഇന്നലെ രാത്രി പറഞ്ഞല്ലോ, വീണ്ടും അത് ഞാൻ ആവർത്തിക്കുന്നില്ലോ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിലും പാപജഡത്തിന്റെ സാദൃശ്യത്തിലും, ഞാൻ പ്രത്യേകം പാപജഡത്തിലും അല്ല വന്നത്, പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപ നിമിത്തവും അയച്ചു. പാപജഡത്തിൽ ശിക്ഷ വിധിച്ചു. ദൈവനാമത്തിന് മഹത്വം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നിന്റെ പാപത്തിന്റെ ശിക്ഷ മുഴുവനായി ക്രൂസിൽ ചുമന്നൊഴിച്ചു കഴിഞ്ഞു. എബ്രായ ലേഖനം 9:26 ഇങ്ങനെ പറയുന്നു, എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട്